വയനാട് ദുരന്തബാധിതരെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള സർക്കാർ ശ്രമങ്ങൾക്ക് പിന്തുണയുമായി ആനപ്രേമികളും. കൊമ്പൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ആരാധകരുടെ കൂട്ടായ്മയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത്. കഴിഞ്ഞ 13 വർഷമായി കൊമ്പന്മാരായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും ദേവിദാസനുമൊപ്പം കറങ്ങുന്ന ഒരു സംഘം ഫാൻസുണ്ട്. ഇവർ ശ്രീരാമജയം എന്ന പേരിലുള്ള ആരാധക വാട്സ്ആപ്പ് കൂട്ടായ്മയിലൂടെയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഇവർക്ക് ഫാൻസ് അസോസിയേഷൻ എന്ന പേര് വന്നത് കുറച്ചു ദിവസം മുൻപാണ്. ശ്രീരാമജയം എന്ന പേരിൽ തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ആദ്യത്തെ ആന ഫാൻസ് അസോസിയേഷന്റെ ആദ്യ പരിപാടി വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വേണ്ടിയുള്ള കൈത്താങ്ങായി മാറി. ഈ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആദ്യ സംരംഭം എന്ന നിലയ്ക്ക് ഇവര് വയനാട് ഉരുൾപൊട്ടിയ സമയത്ത് തന്നെ വടകര വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടാവുകയും അവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി, ഒരു ഫാം നശിച്ചതായി അറിഞ്ഞതായിട്ട് അവിടുത്തെ ആളുകളെ അറിയിച്ചതിനെ തുടർന്ന് ആ ഫാമിലെ മറ്റു മൃഗങ്ങൾക്ക് ഒരു ഭക്ഷ്യസാധനങ്ങളും ചെറിയൊരു പൈസ സഹായമായിട്ട് 40,000 രൂപ സഹായം ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഇവർ ആദ്യ സംരംഭം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ 1,01,000 രൂപ സമാഹരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മറ്റേ രാമചന്ദ്രന്റെ സന്നിധിയിൽ വെച്ചിട്ട് കൊടുക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1,01,000 രൂപ സമാഹരിച്ച കൂട്ടായ്മ അതിന്റെ ചെക്ക് വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളിക്ക് കൈമാറി. ഇവിടെ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ഫാൻസ് അസോസിയേഷൻ അവർ രജിസ്ട്രേഷൻ കഴിഞ്ഞ് നേരത്തെയും ഇത്തരം പ്രവർത്തനങ്ങളിൽ അവർ പങ്കെടുത്തിട്ടുണ്ട്. 1,01,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അവർ സംഭാവനയായി നൽകിക്കഴിഞ്ഞു. ഗവൺമെൻറ്റിന് വേണ്ടി അത് ഏറ്റെടുക്കുന്നു. ഇത്തരം പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണ രൂപപ്പെട്ടു വരുന്നുണ്ട്. അത് ശക്തിപ്പെടുത്താൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കും. നേരത്തെ പുത്തുമല ദുരന്തമുണ്ടായപ്പോഴും പ്രളയകാലത്തും 4 ലക്ഷം രൂപയുടെ സാധനങ്ങൾ ഈ കൂട്ടായ്മ സമാഹരിച്ച് നൽകിയിരുന്നു. കേരളത്തിലെ പ്രശസ്തനായ ആനയുടെ ആരാധകർ സേവനപാതയിലും തലയെടുപ്പോടെ തുടരുകയാണ്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.